പഴയങ്ങാടിക്കടുത്ത ഏഴോം വെടിയപ്പിൻചാൽ അംഗൻവാടിയിൽ കളിക്കുന്നതിനിടെ വീണ് 3.5 വയസ്സുകാരന് തലയ്ക്ക് പരിക്ക്. ആന്തരിക രക്തസ്രാവത്തെ തുടർന്ന് കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിക്ക് പരിക്ക് പറ്റിയത് യഥാസമയം വീട്ടുകാരെ അറിയിച്ചില്ലെന്ന പരാതിയുമായി ബന്ധുക്കൾ രംഗത്തെത്തി. അതേസമയം കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം വീട്ടുകാരെ വിവരം അറിയിച്ചിരുന്നുവെന്നാണ് അംഗൻവാടി ജീവനക്കാരുടെ വിശദീകരണം. ഇന്നലെ 3:30 ഞാൻ കൂട്ടാൻ വേണ്ടി പോന്നു കുഞ്ഞിനെ അംഗൻവാടിയിൽ. അപ്പം അന്നേരമാണ് എന്നോട് ടീച്ചറല്ല പറയുന്നത്, ടീച്ചർ അന്നേരം ഫോൺ ചെയ്യായിരുന്നു. ആയാണ് എന്നോട് കാര്യം പറയുന്നത്, ഇങ്ങനെ കുഞ്ഞിനെ ചെറുങ്ങനെ ഒന്ന് മുട്ടി, വാതിലിൽ മുട്ടീന് തല ചെറുതായിട്ടേ ഉള്ളൂ എന്ന് എന്നോട് പറഞ്ഞത്. ചെറുതായിട്ട് ഇത് ചോരയൊന്നും വന്നിട്ടില്ല, ഞങ്ങൾ മരുന്ന് വെച്ച് കൊടുത്തിന്ന് പറഞ്ഞ്. ഞാനിട്ട് അവിടെ നോക്കിയപ്പോൾ എനിക്കൊന്നും കാണുന്നുണ്ടായിട്ടില്ല. ഫുള്ള് ഒരു എന്നാന്നറിയില്ല ചായപ്പൊടി പോലെ എനിക്ക് തോന്നിയത്. ഇനി അവർ വേറെ മരുന്നാണോ എന്ന് എനിക്കറിയില്ല. കാണുമ്പോൾ എനിക്ക് ചായപ്പൊടിയോ കാപ്പിപ്പൊടി അങ്ങനത്തെ എന്തൊരു സാധനം എനിക്ക് തോന്നിയത്. ഞാൻ നോക്കുമ്പോൾ എനിക്കന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നിട്ട് ലേശം വെള്ളമെല്ലാം മുക്കി തുടച്ചെല്ലാം നോക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് കാണുന്നുണ്ടായിരുന്നു മുറിവ്. പിന്നെ ഏച്ചി മംഗലാപുരത്തായിരുന്നുണ്ടായത്. ഓള് വന്ന് അതിന് ശേഷമാണ് കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ആശുപത്രിയിലേക്ക്. നല്ല പനിയെല്ലാം ഉണ്ടായിരുന്നു രാത്രി. എന്നിട്ട് ഇത് ഇരുവരം കൊണ്ടുപോയി ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുപോയപ്പം അവർ പറഞ്ഞു, അവർ ക്ലീൻ ചെയ്തപ്പോൾ നല്ല ആഴത്തിൽ മുറിവുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു നേരെ പരിഹാരത്തേക്ക് വിട്ടു പറഞ്ഞു. പരിഹാരം പോയി അവിടെ നിന്ന് സ്കാനെല്ലാം ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞു ഒന്നിക്ക കണ്ണൂർ മിംസ് അങ്ങനെ എടുത്തേക്കെങ്കിലും അല്ലെങ്കിൽ കോഴിക്കോടേക്കോ കൊണ്ടുപോയി. അപ്പോൾ നമ്മൾ പിന്നെ സാധാ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരാണ്, നമുക്ക് അതൊന്നും ബഡ്ജറ്റ് താങ്ങാൻ പറ്റുന്നൊന്നും അല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ കോഴിക്കോടേക്ക് കൊണ്ടുപോയി. കോഴിക്കോട് കൊണ്ടുപോയി അവിടെ നിന്ന് ഇപ്പം പനീൻ്റെ എല്ലാം മരുന്നെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെത് തലേണ്ടതൊന്നും അവർ നോക്കിയിട്ടില്ല എന്ന്, ഇത്രയും നേരമായിട്ട് നോക്കിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഒന്നും ആയിട്ടില്ല, അതിൻ്റെ ഡോക്ടേഴ്സ് വരാനോ എന്തുകൊണ്ടെന്നാണ് പറഞ്ഞത്. ഒരു 10-11 മണിയാകുമ്പോൾ പാല് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പകുതി കുട്ടികൾ കുടിച്ചു കഴിഞ്ഞു, പകുതി കുട്ടികൾ കുടിക്കുന്നത്. അവരിങ്ങനെ അപ്പോൾ ഓടിക്കളിച്ചിട്ട് ഒരു കുഞ്ഞകത്തേക്ക് ഇങ്ങനെ വന്നതാണ്. വന്നിട്ട് അന്നേരം ആ ഇതിൽ മുട്ടിപ്പോയതാണ്. മുട്ടിയിട്ട് അന്നേരം കരഞ്ഞിട്ടും ആക്കിയിട്ട് കുറച്ച് സമയം കരഞ്ഞതേ ഇല്ല. എന്നിട്ട് ഞാനൊരു മുറിമരുന്ന് ഇങ്ങനെ വെച്ചിട്ട് കഴുകിയെല്ലാം വൃത്തിയാക്കിയിട്ട് കൊടുത്തത്. പിന്നെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഭക്ഷണം കഴിക്കും, ഉറങ്ങും, കളിക്കും എല്ലാം ചെയ്യുന്നതാണ്. എന്നിട്ട് പിന്നെ വൈകുന്നേരം കൂട്ടാൻ വേണ്ടി വന്നേരം അവരെ എന്നോട് പറയും ചെയ്തിന് സംഭവം ഇങ്ങനെ ഉണ്ടായിനി, അതുകൊണ്ട് മരുന്ന് വെച്ച് കൊടുത്തിന്, തല കുളിപ്പിക്കണ്ട അതിങ്ങനെ പറഞ്ഞു. നമ്മൾ രണ്ടുപേരും ഉണ്ട് ഇപ്പോൾ. എന്നിട്ട് ഒന്നും കുഴപ്പമുണ്ടായില്ല. പിന്നെ ഇങ്ങനെ സംഭവിച്ചത് വീട്ടിൽ പോയ പിന്നെ എന്നാ വരുന്നില്ല. ഒരു 10-11 മണിയാകുമ്പോൾ അത് വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പെട്ടെന്ന് പനി വന്നില്ല. ഷാരിമ ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. ഷാരിമ, ഈ അംഗനവാടി ജീവനക്കാർക്കെതിരെ ഗുരുതരമായ ആരോപണമാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. അതേസമയം ഈ ആരോപണങ്ങൾ ഈ അംഗനവാടി ജീവനക്കാർ നിഷേധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെപ്പോഴായിരുന്നു സംഭവം? ഈ കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? അർജുൻ, ഇന്നലെ ഉച്ചയോടെയായിരുന്നു സംഭവം. അതായത് ഏഴോം വെടിയപ്പിൻചാൽ അംഗനവാടിയിലാണ് 3.5 വയസ്സുകാരന് കളിക്കുന്നതിനിടെ വീണ് തലയ്ക്ക് പരിക്കേറ്റത്. വീട്ടുകാർ പറയുന്നത് എന്തെന്ന് വെച്ചാൽ വീണ ഉടനെ വീട്ടുകാരെ വിവരം അറിയിച്ചില്ല എന്നുള്ളതാണ്. അതായത് ഉച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു കുട്ടി കളിക്കുന്നതിനിടെ വീഴുകയും അതുപോലെ തന്നെ പരിക്കേൽക്കുകയും ചെയ്തത്. എന്നാൽ വൈകിട്ട് 3:30 സാധാരണത്തെ പോലെ വൈകിട്ട് വീട്ടിലേക്ക് കൂട്ടാൻ പോകുമ്പോഴാണ് ഈ കുട്ടി വീണ കാര്യം അതുപോലെ തന്നെ ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം വീട്ടുകാർ അറിയുന്നത് എന്നാണ് വീട്ടുകാർ പറയുന്നത്. അതേസമയം തന്നെ അംഗനവാടി ജീവനക്കാർ പറയുന്നത് ഉച്ചയ്ക്ക് കുട്ടി വീണെങ്കിലും അതിനുശേഷം സാധാരണത്തെ പോലെ കുട്ടി പിന്നെയും കളിക്കുകയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. തലയ്ക്ക് നോക്കുമ്പോൾ ചെറിയൊരു പരിക്ക് മാത്രമാണ് ഉണ്ടായത്. അതിനാൽ തന്നെ കയ്യിലുണ്ടായിരുന്ന മരുന്ന് വെച്ച് നൽകുകയും ശേഷം കുട്ടി സാധാരണത്തെ പോലെ കളിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് അവർ പറയുന്ന വിശദീകരണം. എന്നാൽ വൈകിട്ടോടെ കുട്ടി വീട്ടിലെത്തിയതിനു ശേഷം വൈകിട്ടോടെ പനി വരികയും തുടർന്ന് പഴയങ്ങാടി താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ച് വീട്ടുകാർ പറയുന്നത് ഈ മുറിവേറ്റ ഭാഗത്ത് ചായപ്പൊടി പോലുള്ളൊരു വസ്തു ഉണ്ടായിരുന്നുവെന്ന് ഡോക്ടർ പറഞ്ഞുവെന്നാണ്. അതിനുശേഷം കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയും അവിടേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ വെച്ചാണ് ആന്തരിക രക്തസ്രാവം ഉണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയത്. അംഗനവാടി ജീവനക്കാർ പറയുന്നത് കയ്യിലുണ്ടായിരുന്ന മരുന്ന് വെച്ചു നൽകി എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നെ നിലവിൽ കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. വീട്ടുകാരുടെ പ്രധാന പരാതി ഇതാണ്, കൃത്യസമയത്ത് കുട്ടി ഉച്ചയ്ക്ക് വീണിട്ട് വൈകുന്നേരമാണ് വിവരം അറിയിച്ചത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്രയും വലിയൊരു സാരമായ പരിക്കേറ്റിട്ടും വിവരം അറിയിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളാണ് വീട്ടുകാർ ഉന്നയിക്കുന്നത്. അതേസമയം തന്നെ കൃത്യമായി തന്നെ കുട്ടിയെ നോക്കിയിട്ടുണ്ടെന്നും അതുപോലെ തന്നെ ഇത്രയും വലിയൊരു പരിക്ക് തലയ്ക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം ആദ്യ കാഴ്ചയിൽ മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ കൃത്യമായി തന്നെ മരുന്ന് വെച്ച് നൽകുകയും ചെയ്തു. അതുപോലെ തന്നെ കുട്ടിക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, അംഗനവാടിയിലും പോകുന്നത് വരെ മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അംഗനവാടി ജീവനക്കാർ നൽകുന്ന വിശദീകരണം. അതുപോലെ
സംഭവത്തിന് ഇപ്പോൾ നിലവിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ളവരുള്ളത്. നമ്മളോട് പ്രതികരിച്ചത് ഇവരുടെ ബന്ധുക്കളാണ്. അതിനുശേഷം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ പഴയങ്ങാടി പോലീസിൽ ഇവരെ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഴയങ്ങാടി പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് സംഭവത്തിൽ. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ് നിലവിൽ. ഇതൊക്കെയാണ് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. അർജുൻ.